കലാരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ പിതാവേ, തീരുമാനപ്പെടുമ്പോൾ പഠിച്ച സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരിമാരെ, ദൈവത്തിൻ്റെ അമ്മ, സഭയുടെ അമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കപ്പെടും. അമ്മ സംസാരിച്ച ഭാഷയിൽ തന്നെ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. അമ്മ ഈശോയെ പഠിപ്പിച്ചതും ഈ ഭാഷയിലാണ്, സുറിയാനി അറമായ ഭാഷയിലാണ് പരിശുദ്ധ അമ്മയും ഈശോയും പരിശുദ്ധപിതാവും എല്ലാം സംസാരിച്ചത്. ആ സംസാരത്തിന്റെ എക്കോയാണ് നമ്മളിപ്പോൾ കുർബാനയിൽ കേട്ടത്. ഈശോ പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചതിന്റെ എക്കോ, ഈശോ പിതാവിനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് നമ്മോട് സംസാരിച്ചതിന്റെ എക്കോയാണ് നമ്മൾ കേൾക്കുന്നത്. കുർബാനയില്, വചന പ്രഘോഷണത്തില്, അതുപോലെ തന്നെ അനാപ്രയില്, മധുബഹായിൽ നടക്കുന്ന പ്രാർത്ഥന, അതെല്ലാം ഈശോ പിതാവിനോട് സംസാരിച്ചതാണ്. അതിന്റെ എക്കോ ഈ ഭാഷയിൽ മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്കോ എന്ന് പറയുന്നത് സംസാരിക്കുന്നത് വീണ്ടും നമ്മൾ എവിടെയെങ്കിലും തട്ടി വീണ്ടും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ കുർബാന യഥാർത്ഥത്തില് ഈ ഭാഷയിൽ മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കുർബാന ഇങ്ങനെ ചെല്ലുന്ന അഭിനന്ദ പിതാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും തുടർന്നുള്ള കാലങ്ങളിലും ഇതേ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, വചനം പ്രഘോഷിക്കുവാനായിട്ട് എല്ലാ പിതാവിനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം വിളിക്കുന്നത്, സ്വർഗം വിളിക്കുന്നത് കേക്കരിത്വമനെ എന്നാണ്. കേക്കരിത്വമനെ എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞവൾ എന്നാണ്. ദൈവം വിളിക്കുന്നത്, സ്വർഗം മറിയത്തെ വിളിക്കുന്നത് കൃപ നിറഞ്ഞവൾ എന്നാണ്. അതിന്റെ എക്കോയാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നത്. കൃപ നിറഞ്ഞവളെ എന്ന് നമ്മളും മറിയത്തെ വിളിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് മറിയത്തെ അങ്ങനെ വിളിക്കുവാനാണ്. നമ്മളെല്ലാവരും മറിയത്തെ കൃപ നിറഞ്ഞവളെന്ന്, കേക്കരിത്വമനെ എന്ന് വിളിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു. സഭ എല്ലാ കാലത്തും മറിയത്തെ വിളിച്ചത് പനാശിയ എന്നാണ്. പാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സർവവും വിശുദ്ധ എന്നാണ് മറിയത്തെ സഭ വിളിക്കുക. പനാശിയ, മറിയം ശരീരത്തില്, മനസ്സില്, ഹൃദയത്തില്, ആത്മാവിലെല്ലാം വിശുദ്ധമാണ്. അത് പിതാവായ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ, ഈശോയുടെ പീഡാസഹനത്തിന്റെ, ഈശോയുടെ മരണത്തിന്റെ, ഈശോയുടെ ഉത്ഥാനത്തിന്റെ ഫലമാണ്. മറിയം പാപരഹിതയായിരിക്കുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അത് മുൻകൂട്ടിയുള്ള നമ്മുടെ ഓരോരുത്തർക്കും ലഭിക്കേണ്ട കൃപയുടെ മുന്നാസ്വാദനമാണ്. മറിയം പാപരഹിതയായി ജനിച്ചു. ഈശോ നമ്മോടെല്ലാവരും പറയുന്നത് വീണ്ടും ജനിക്കണമെന്നാണ്. ശരീരത്തിൽ നിന്ന്, അതുപോലെ തന്നെ പാപാവസ്ഥയിൽ നമ്മൾ ജനിക്കുന്നത് കൊണ്ട് നമ്മൾ മറിയത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, പാപരഹിതമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം എന്ന് ഈശോ ആവശ്യപ്പെട്ടു. പാപരഹിതയായി ജനിച്ചതുകൊണ്ട് മറിയത്തിന് ഈ വീണ്ടും ജനനം ആവശ്യമില്ല. മറിയം പാപരഹിതയാണ്. മറിയം ജീവിതകാലം മുഴുവൻ പാപരഹിതയായിട്ടാണ് ജീവിച്ചത്. സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. മറിയം പാപരഹിതയായി ജനിച്ചു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിതകാലം മുഴുവൻ പാപരഹിതയായിട്ട് ജീവിക്കുവാനായിട്ട് മറിയത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ മറിയം സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. മരിച്ച ഉടനെ തന്നെ മറിയം സ്വർഗാരോപതയാവുകയാണ്. മറിയത്തെ ഈശോ തന്നോടൊപ്പം സ്വർഗത്തിലേക്ക്, പിതാവിന്റെ വലതുവശത്തേക്ക് ഉയർത്തുകയാണ്. നമുക്കും ഇതേ ജീവിതമാണ് നയിക്കേണ്ടത്. മറിയത്തിന്റെ അമലോത്ഭവത്തിൽ നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും വീണ്ടും ജനിച്ച നമ്മുടെ ആ പാപരഹിതമായ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിച്ചത് അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗരസ്ത്യ സഭ പരിശുദ്ധ അമ്മയെ പനാശിയ എന്ന് വിളിക്കുമ്പോൾ ലത്തീൻ സഭ മറിയത്തെ വിളിക്കുക തുന്ത പുൾക്ര എന്നാണ്. പൂർണ്ണ സൗന്ദര്യം എന്നാണ്. പൂർണ്ണ സൗന്ദര്യമായിട്ട് മറിയത്തിന് മാറാൻ സാധിച്ചത് പരിപൂർണ്ണ വിശുദ്ധിയായതുകൊണ്ടാണ്. പരിപൂർണമായ
സൗന്ദര്യം എന്ന് പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, സൗന്ദര്യമുള്ളതിനെ മാത്രമേ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. നമ്മെ പൂർണ്ണതയിൽ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ജീവിത പങ്കാളികള്, നമ്മുടെ സഹോദരന്, നമ്മുടെ മക്കള് നമ്മെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഒരർത്ഥത്തിൽ അതിന് കാരണം മറിയത്തിന്റെ ആ വിശുദ്ധിയിലേക്ക് സഭ നമുക്ക് നൽകുന്ന ഈശോയുടെ ജനനത്തിലൂടെ, മരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പരിപൂർണമായ വിശുദ്ധി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പരിപൂർണ വിശുദ്ധ, പരിപൂർണ സൗന്ദര്യം, അതാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ എല്ലാ തലമുറകളും മറിയത്തെ സ്നേഹിക്കുകയാണ്. മറിയത്തിന്റെ പ്രകീർത്തനത്തിൽ നമ്മൾ കാണുകയാണ്, എല്ലാ തലമുറകളുടെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എലിസബത്താണ് ആദ്യമായിട്ട് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിച്ചത്. ഈ തലമുറയിൽ നമ്മളും മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുകയാണ്. വലിയ കൃപയാണത്. മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. കാരണം ദൈവത്തിന്റെ വെളിപാടാണത്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ തലമുറകളിലെയും എല്ലാ വ്യക്തികളും മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുവാനാണ്. നമുക്ക് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കാം. പ്രകീർത്തനം ആലപിക്കുമ്പോൾ നമ്മളതാണ് ചെയ്യുന്നത്. നന്ദി നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മള് ദൈവം മറിയത്തെ വിളിച്ചത്, സഭ വിളിച്ചത് ആവർത്തിക്കുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ദൈവത്തോട്, സഭയോടാണ് ചേരുക. അതുപോലെ തന്നെ വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, പിതാവിന്റെ വാക്കിന്, ദൈവവചനത്തിന്, ഈശോയ്ക്ക് എല്ലാ ജനങ്ങൾക്കും വേണ്ടി, മനുഷ്യവംശം മുഴുവൻ വേണ്ടിയാണ് മറിയം ആമേൻ പറഞ്ഞതെന്ന്. എല്ലാവർക്കും വേണ്ടിയാണ് മറിയം ആമേൻ പറഞ്ഞത്. നമ്മൾ അമ്മയോട് ചേരുമ്പോഴാണ്, അമ്മയോട് ചേർന്ന് പിതാവിന് ആമേൻ പറയുമ്പോഴാണ് അമ്മയ്ക്ക് ലഭിച്ച കൃപകൾ. നമുക്കറിയാം, അമ്മ കൃപയുടെ പൂർണ്ണതയാണ്, കരുത്തോവനെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് ചേർന്ന് നമുക്ക് പിതാവിന്റെ വചനത്തിന്, പ്രത്യേകിച്ച് നമ്മള് നവസുവിശേഷവൽക്കരണത്തിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുക, വിശ്വാസ വർഷത്തിലാണ് ജീവിക്കുക. വചനത്തിന് ആമേൻ പറയാതെ വിശ്വാസിയാകാൻ നമുക്ക് സാധിക്കില്ല. മറിയത്തോട് ചേർന്ന് നമ്മൾ ആമേൻ പറയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർണ്ണതയാണ് സംഭവിക്കുക. ദൈവ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയെ ഈ കാലഘട്ടത്തിൽ സഭ വിളിക്കുക നവസുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രം എന്നാണ്. നമുക്കറിയാം, ബെത്ലഹേമിലേക്ക് പൂജരാജാക്കന്മാരെ ഒരു നക്ഷത്രമാണ് നയിച്ചത്. ആ നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് ആ പൂജരാജാക്കന്മാർ യാത്ര ചെയ്തത്. നക്ഷത്രത്തെ നോക്കാതെ രാജാവിനെ നോക്കിയപ്പോൾ അവർക്ക് വഴിതെറ്റി. നക്ഷത്രം അപ്രത്യക്ഷിതമായി. വീണ്ടും അവർ രാജാവിന്റെ പക്കൽ നിന്ന് ഇറങ്ങി നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുമ്പോഴാണ് ബെത്ലഹേമിലെത്തുക. ഈ കാലഘട്ടത്തില് നമ്മൾ ഈശോയുടെ അടുക്കൽ എത്തണമെങ്കിൽ നവസുവിശേഷവൽക്കരണ നക്ഷത്രമായ മറിയത്തെ നോക്കണം. മറിയത്തെ നോക്കാതെ വേറെ എന്തിനെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈശോയുടെ അടുക്കൽ എത്തുവാനായിട്ട് സാധിക്കില്ല. അമലോത്സവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറിയത്തെ നോക്കുവാനുള്ള പുതിയ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. ആരെങ്കിലും മറിയത്തെ നോക്കാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, നവസുവിശേഷവൽക്കരണ നക്ഷത്രമായ മറിയത്തെ നോക്കാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, വീണ്ടും നക്ഷത്രത്തെ നോക്കുവാനായിട്ട്, അമ്മയെ നോക്കുവാനായിട്ട്, അമ്മയെ നോക്കി യാത്ര ചെയ്യുവാനായിട്ട്, അങ്ങനെ നമ്മുടെ യാത്ര അതിന്റെ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് എല്ലാം സാധിക്കട്ടെ. ഒരിക്കൽ കൂടി അഭിനന്ദ പിതാവിന്റെ നാമത്തിൽ അമലോത്സവ തിരുനാളിന് മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Yeah.
നല്ല അസുഖമില്ലായിരുന്നിട്ടും ഇവിടെ വന്ന് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ സ്വന്തം ഭാഷയിൽ ദിവ്യബലി അർപ്പിച്ച നമ്മുടെ സ്വന്തം പിതാവിന് എല്ലാവരുടെയും നാമത്തിൽ നന്ദി. ും
40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി മൂഴയിൽ ജുവല്ലറി, മെയിൻ റോഡ്, പാല. 100% 916 ഹോൾമാർക്ക് ജുവല്ലറി. പരിശുദ്ധി, പാരമ്പര്യം, വിശ്വസ്തത. മാ
സുഷുപ്തി പകർന്നു